മഴക്കാലമായി സ്കൂളുകൾ തുറന്നു. ഇനി പാരൻസിന് ഭയങ്കര ടെൻഷൻ്റെ കാലഘട്ടമാണ്. കുട്ടികൾക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഇൻഫെക്ഷൻ വരുന്ന സമയമാണ്. ഹലോ, ഞാൻ ഡോക്ടർ തോമസ് രഞ്ജിത്ത്, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ്. മഴ കൊള്ളുന്നതുകൊണ്ടല്ല സത്യത്തിൽ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരുന്നത്. മഴക്കാലം ആകുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡിറ്റി കൂടുകയും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വൈറസിനും ബാക്ടീരിയയ്ക്കും സുഖമായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുകയും അവർക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ 5-6 വയസ്സ് വരെയുള്ള കുട്ടികൾ, പ്രീ KG, LKG, UKG, ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് എക്സ്പോസ്ഡ് ആയിട്ടില്ല. അപ്പോൾ അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് പല സ്ഥലത്തുനിന്ന് കുട്ടികൾ വരുന്നു. അപ്പോൾ അടുപ്പിച്ച് അവർ കൂടുതൽ വൈറസുകൾക്കും ബാക്ടീരിയകൾക്കും എക്സ്പോസ്ഡ് ആവുകയും അത് അവർക്ക് കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുവിധം ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനെതിരെയൊക്കെ ഇപ്പോൾ നമുക്ക് വാക്സിനേഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. ബാക്കിയുള്ള ചെറിയ റൈനോ വൈറസ്, അഡിനോ വൈറസ് പോലെയുള്ള ചെറിയ വൈറസുകളൊക്കെ ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് നമുക്ക് അത് 1-2 പ്രാവശ്യം ഇൻഫെക്ഷനൊക്കെ വന്നു പോയി കഴിയുമ്പോഴാണ് നമുക്കതിനെതിരെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ തീരെ ചെറിയ കുട്ടികൾക്ക് അടുപ്പിച്ചുള്ള ഇൻഫെക്ഷൻസ് വരുന്നത്. അതുപോലെ ഈ അലർജി, ആസ്മയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഈ ഒരു തണുപ്പ് സീസൺ കാരണം അത് എക്സസർബേഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റേഴ്സ്, അത് വരാതിരിക്കാനുള്ള മരുന്നുകൾ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അത് റെഗുലറായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് പേഴ്സണൽ ഹൈജീൻ വളരെ ശ്രദ്ധിക്കുക. ഭക്ഷണക്രമം കൃത്യമായിട്ട് ന്യൂട്രിയൻസ് ഉള്ള ഭക്ഷണങ്ങൾ നല്ലോണം എടുക്കുക. പിന്നെ ഒരു പരിധിക്കപ്പുറം ഇത്തരം ചെറിയ ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മരുന്നുകൾ എടുക്കുക. പേഴ്സണൽ ഹൈജീൻ വീണ്ടും ആ സമയത്തും നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് വരുമെന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ പോകാതിരിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. കാരണം പിന്നീട് പോയി തുടങ്ങുമ്പോൾ വീണ്ടും ഈ ഇൻഫെക്ഷൻസ് നമുക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു പോകുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെയും ഇമ്മ്യൂണൈസേഷൻ്റെയും ഒക്കെ ഭാഗമായിട്ട് കണക്കാക്കുക. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ, അതായത് ഭയങ്കര ഹൈ ഗ്രേഡ് ഫീവർ ഒരു 3 ദിവസമായിട്ടും കുറയുന്നില്ല, ശ്വാസം മുട്ടൽ പോലെ വരിക, ചുമ ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെച്ചോതിരിക്കാതെ ഇമീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കുക. പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾക്കെതിരെ വാക്സിനേഷൻ എടുക്കുക. അതായത് ഇൻഫ്ലുവൻസ വാക്സിൻസ് അവൈലബിൾ ആണ്. അതൊന്നും മാൻഡേറ്ററി ആയിട്ട് ഗവൺമെൻറ് സെറ്റപ്പിൽ കിട്ടുന്നതല്ല. പെർട്ടൂസിസ്, ഡിഫ്തീരിയ, ഇൻഫ്ലുവൻസ ബി അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ റെഗുലറായിട്ടുള്ള വാക്സിനേഷൻ കാരണം ഇപ്പോൾ അത്യാവശ്യം കൺട്രോളിൽ വന്നിട്ടുള്ള അസുഖങ്ങളാണ്. ഇൻഫ്ലുവൻസ പോലെയുള്ള വാക്സിൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതെടുത്ത് മറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കാൻ നോക്കുക. അപ്പോൾ പരമാവധി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രിവെൻറ്റ് ചെയ്യുക. ട്രീറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് സമയത്ത് ട്രീറ്റ് ചെയ്യുക. ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കുക. Future is Hospital. Health is happiness.